ഞങ്ങൾ ഭാഗ്യത്തിന് അവിടെ എത്തിപ്പെട്ടത് കുറച്ച് ജീസസ് യൂത്തുകളുടെ കയ്യിലാണ്. സോ ഹൗ ഡിഡ് യു ഇൻസ്പയർ പീപ്പിൾ ടു ഡു തിങ്സ് അറ്റ് ദെയർ ഹാർഡ് സിറ്റുവേഷൻസ്? ഒരു വൈഫിൽ നിന്ന് ഒരു മദർ ആവാന്ന് പറയുന്നത് ഇറ്റ് വാസ് നെവർ ആൻ ഓവർനൈറ്റ് പ്രോസസ്. കർത്താവ് നയിക്കുന്ന വഴിയിലൂടെ നമ്മൾ എങ്ങനെയാണ്ട് പോകുന്നു എന്നേ ഉള്ളൂ. ദൈവത്തിന് കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തതും കൂടുതൽ സമയം ദൈവത്തിന് വേണ്ടി കൊടുത്തതായിരിക്കും എക്സാംസ് കൂടുതൽ നന്നായി ചെയ്യാൻ പറ്റിയത്. സോ അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് ഓഫ് കോഴ്സ് എൻ്റെ ഫാമിലിൻ്റെ ഉള്ളിൽ കൂടെയാണ് എൻ്റെ ഫെയ്ത്ത് ഇങ്ങനെ ഗ്രോ ആവണേ. എനിക്ക് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ പെട്ടെന്ന് പൊട്ടി വളർന്ന സാധനമല്ല. പിയർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് 4ാമത്തെ കൊച്ചിനെ അവള് പ്രഗ്നന്റ് ആയപ്പോൾ മുതൽ ഞാൻ കേട്ടു തുടങ്ങിയൊരു വിഷയമാണ്. അതിനുശേഷം ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇനി എന്ത് തന്നെ വന്നാലും പ്രസവം നിർത്തുന്ന ഒരു പരിപാടി അതില്ല. നമ്മുടെ കൂടെ എന്നുള്ളത് ഒരു ചെറിയ കൊച്ചു ഫാമിലിയാണ്. കൊച്ചു ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യ, ഒരു ഭർത്താവ്, 7 മക്കളുള്ള ഒരു ചെറിയ ഹാപ്പി ഫാമിലി. വി വെൽക്കം സിജോ ചേട്ടൻ ആൻഡ് ഷെറിൽ ചേച്ചി. നിങ്ങൾ സൗദിയിൽ നിന്നാണല്ലോ, ക്രിസ്ത്യാനിറ്റി പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലം. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്ന് വരുമ്പോൾ ഹൗ ഡിഡ് യു ബിൽഡ് യുവർ ഫെയ്ത്ത്? സൗദി അറേബ്യയിൽ ഈ പറയുന്ന പോലെ ക്രിസ്ത്യാനിറ്റി പ്രാക്ടീസ് ചെയ്യാൻ ശരിക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. കാരണം ഒത്തിരി ആളുകൾ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ലൈഫില്ലാതെയും അങ്ങനെ ഒരു നമ്മളുടെ ചർച്ചിൻ്റെതായിട്ടുള്ളൊരു ആക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാതെയും കുർബാനയ്ക്ക് പോകാനൊന്നും പറ്റാതെയൊക്കെ ഒത്തിരി ആളുകൾ ഇപ്പോഴും അവിടെ കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് അതിൻ്റെ അവസ്ഥ. ഞങ്ങൾ ഭാഗ്യത്തിന് അവിടെ എത്തിപ്പെട്ടത് കുറച്ച് ജീസസ് യൂത്തുകളുടെ കയ്യിലാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും, അവൾ നേരത്തെ കോളേജിലൊക്കെ ചെറിയ രീതിയിൽ ജീസസ് യൂത്തിൽ ആക്റ്റീവായിരുന്നെങ്കിലും ഒരു കാര്യമായിട്ട് ജീസസ് യൂത്തിനെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയതും അതുപോലെ തന്നെ നമ്മുടെ ഫെയ്ത്തിനെ സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയതും സത്യത്തിൽ ഞങ്ങൾ സൗദി അറേബ്യയിൽ ജീസസ് യൂത്തിൻ്റെ ഭാഗമായതിനു ശേഷമാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ബാക്കിയുള്ളവരതിനെ ഒരു ഭയങ്കര ഒരു സ്പിരിച്വലി ഡ്രൈ ആയിട്ടൊരു കൺട്രിയാണ് സൗദി അറേബ്യ എന്ന് പറഞ്ഞാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഫെയ്ത്ത് ബേസിക്സ് ഫോം ചെയ്യാനായിട്ട് കർത്താവ് ഞങ്ങളെ കൊണ്ടുപോയ ഒരു സ്ഥലമാണ് സൗദി അറേബ്യ എന്നാണ് ഞങ്ങളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മുടെ നാട്ടിലുള്ളൊരു പറച്ചിലുണ്ട്, അതായത് ഗൾഫ് കൺട്രിയിൽ പോവുക, കാശുണ്ടാക്കാം, മടങ്ങുക, എന്നിട്ട് ഇവിടെ എന്തെങ്കിലും ബിസിനസ് ചെയ്യുക, അങ്ങനെയൊക്കെ ഒരു ടോക്കുള്ളതാണ്. ഓഫ് കോഴ്സ് നിങ്ങളും അത് കേട്ട് കാണും. പക്ഷെ നിങ്ങൾ ഈ ഒരു സൗദിയിൽ പോയിട്ട് വർക്ക് ചെയ്യണ സമയത്താണെങ്കിലും നിങ്ങളവിടെ ജീസസ് യൂത്തിൻ്റെ ഭാഗമാവുന്നു, പ്രയർ ഗ്രൂപ്പിൻ്റെ ഭാഗമാവുന്നു, ഒരു ക്രിസ്ത്യൻ ബാൻഡ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഉറപ്പായിട്ടും ക്രിസ്ത്യൻ ബാൻഡ് ഫോം ചെയ്യുമ്പോൾ പബ്ലിക്കലി പ്ലേ ചെയ്യുമ്പോൾ ഔട്ട്റീച്ചസ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനത്തെ ഒരു കൺട്രിയിൽ. സോ ഹൗ ഡിഡ് യു ഇൻസ്പയർ പീപ്പിൾ ടു ഡു തിങ്സ് അറ്റ് ദെയർ ഹാർഡ് സിറ്റുവേഷൻസ്? ഞങ്ങളുടെ അവിടുത്തെ ഒരു ലൈഫിൽ ഞങ്ങൾക്ക് മനസ്സിലായൊരു കാര്യം, ഇവാഞ്ചലൈസേഷൻ ഇസ് നെവർ ആൻ ഓപ്ഷൻ. അത് നമുക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമോ അല്ലെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല. ദാറ്റ് ഈസ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് യുവർ വെരി ലിവിങ്. നമ്മൾ ജീവനോടെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവാഞ്ചലൈസേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് ഇന്നൊരു സിറ്റുവേഷനിലേ ചെയ്യൂ, ഇങ്ങനെ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ നടന്നാലേ ഞാൻ ചെയ്യൂ എന്നുള്ളൊരു ചിന്താഗതി ഞങ്ങൾക്ക് ആദ്യമേ മാറിക്കിട്ടിയായിരുന്നു. പിന്നെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ പഠിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ഹാർഡ്ഷിപ്സും, നമുക്ക് എല്ലാ കഷ്ടപ്പാടും സഹനങ്ങളും മാറിയിട്ട് നമ്മൾ ഇവാഞ്ചലൈസേഷന് ഇറങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങളുടെ സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് എന്നും ഒരു പ്രഗ്നൻസി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കുഞ്ഞുകൊച്ചുണ്ടാവും, അല്ലെങ്കിൽ ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, പിള്ളേർ പരീക്ഷകളുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷേ ആ പേരും പറഞ്ഞ് നമ്മൾ ഈ ഒരു ദൗത്യത്തെ നമ്മൾ മാറ്റി വയ്ക്കാൻ തുടങ്ങിയാൽ നമുക്ക് ഒരിക്കലും അതിന് പിന്നെ ഒരു സമയം കണ്ടെത്താൻ സാധിക്കില്ല. അത് നമ്മൾ മാറ്റി വയ്ക്കാതെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെ ഒരു പർപ്പസ് നമ്മൾ ഫുൾഫിൽ ചെയ്യില്ല. കാരണം വചനത്തിൽ തന്നെ പറയുന്നുണ്ട്, ഐ ക്രിയേറ്റഡ് യു ഫോർ മൈ ഗ്ലോറി. അങ്ങനെയാണ് ദൈവം പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്നതെല്ലാം
ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ മഹിമയ്ക്കായിട്ട് നമ്മൾ ഉപയോഗിക്കണമെന്നാണ്. അപ്പോൾ ആ ദൗത്യം ചെയ്യാതെ, ആ ഒരു പർപ്പസ് നമ്മൾ നിറവേറ്റാതെ ബാക്കിയെല്ലാം നമ്മൾ ചെയ്താലും ബാക്കിയെല്ലാം നമ്മൾ നേടിയാലും അവസാനം നമ്മൾ തോറ്റുപോകും. അങ്ങനെയായിരുന്നു ഞങ്ങൾക്കതിൽ തുടരാനുള്ളൊരു പ്രചോദനം. പിന്നെ ഒരു കാര്യമുള്ളത്, ഇപ്പോൾ ജോമൻ പറഞ്ഞ പോലെ എന്താ പൈസ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടെ തന്നെയാണ് നമ്മളെല്ലാവരും ഗൾഫിലേക്ക് പോയത് തന്നെ. അപ്പോൾ അവിടെ പോയിട്ടും നമ്മൾ ബിസിനസ് ചെയ്യാനായിട്ട് തുടങ്ങിയതും അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതൊക്കെ പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ തന്നെയാണ്. പക്ഷേ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് സത്യത്തിൽ കർത്താവ് നമ്മളങ്ങോട്ട് കൊണ്ടുപോയതാണെന്നൊരു തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ടാവും. കാര്യം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ നമ്മളുടെ ചുറ്റുമുള്ള ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തികളെയും, അതുപോലെ തന്നെ ഞാനിവിടെ ഇതിന് മുൻപൊരു ഞങ്ങൾ രണ്ടുപേരും IT-യിൽ ആയിരുന്നു ജോലി ചെയ്തത്, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയിരുന്നു. അപ്പം ഞങ്ങൾ കാണാത്തൊരു ലൈഫ് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് സൗദി അറേബ്യയിലാണ്. ലേബർ ക്യാമ്പുകളിലും അതുപോലെ തന്നെ സാധാരണക്കാരായ മനുഷ്യരുടെ ഇടയിലും അവരുടെ ഒരു സ്ട്രഗിളും അവരുടെ ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഞങ്ങൾ ശരിക്കും ഫേസ് ചെയ്ത് സത്യം പറഞ്ഞ സൗദി അറേബ്യയിൽ ചെന്നതിന് ശേഷം ഇവിടെ കാണുന്ന ഒരു എലൈറ്റ് പോളിഷ് ക്രൗഡിനേക്കാളൊക്കെ അധികമായിട്ട് ഞങ്ങളിങ്ങനെ അവിടെ എല്ലാ ആഴ്ചയിലും പ്രയർ ഗ്രൂപ്പിന് വരുന്ന ഞങ്ങൾ പറഞ്ഞല്ലോ ജീസസിൻ്റെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിരുന്നു. അപ്പോൾ ഒരാഴ്ച വരുന്ന ഓരോ വ്യക്തികളെ നമ്മൾ കാണുമ്പോൾ അവരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടാവുകയും, അതുപോലെ തന്നെ അവർക്ക് അവരുടെ കൂടെ ആയിരിക്കാനും അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും കുറച്ച് നല്ല ഭക്ഷണം അവർക്ക് വെച്ച് കൊടുക്കാനും. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അവിടെ നമ്മുടെ നാട്ടിലെ പോലത്തെ ഭക്ഷണമൊക്കെ കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് നല്ല ഭക്ഷണം അവർക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾക്കൊരു ആഗ്രഹം വന്നതും അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എന്നാൽ പിന്നെ ഈ കമ്മ്യൂണിറ്റി കൂടെ അങ്ങ് ഇറങ്ങിക്കളയാം എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ പുറത്തിറങ്ങിയതാണ്. ഒന്നും അങ്ങനെ ഞങ്ങൾ പ്രീ പ്ലാൻ ചെയ്തതല്ല. പിന്നെ ഈ പറയുന്ന പോലെ കർത്താവ് നയിക്കുന്ന വഴിയിലൂടെ നമ്മളെങ്ങനെയാണ്ട് പോകുന്നു എന്നേ ഉള്ളൂ. മൈക്കിള, സാധാരണ പിള്ളേരൊക്കെ ഈ എക്സാമും സ്കൂളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുർബാന കട്ട് ചെയ്യല് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്, കുറെ കണ്ടിട്ടുണ്ട്. ഞാൻ കേട്ടിടത്തോളം മൈക്കിള് കുർബാനയ്ക്കൊക്കെ പോവും, ഇവിടുത്തെ കൊയറിലൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ കുർബാനയ്ക്ക് പോയിട്ട് ക്ലാസ്സും അതുപോലെ തന്നെ എക്സാമിലൊക്കെ നല്ല മാർക്ക് കിട്ടി ഇങ്ങനെയൊക്കെ പാസ്സായിക്കോ വരുന്നത്? ഒരു അനുഭവം, ഞാൻ കൊയറിലൊരു മെമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചില ദിവസങ്ങളൊക്കെ എനിക്ക് 3 കുർബാന വരെ കണ്ടുവരാറുണ്ട്. അപ്പോൾ പ്ലേ ചെയ്യാൻ പോകാറുണ്ടല്ലേ? അപ്പോൾ ഒരു സൺഡേ എനിക്ക് ഇവിടെ മണ്ണുത്തി പള്ളിയിലും വേറെ പള്ളിയിലൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ പോകാൻ വലിയ താല്പര്യമില്ലായിരുന്നു, കാരണം അടുത്ത ദിവസം എനിക്ക് എക്സാം ആയിരുന്നു. പക്ഷെ എങ്കിലും അന്ന് ഞാൻ 3 കുർബാനയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ദിവസം എനിക്ക് ബാക്കി എക്സാമിനേക്കാളൊക്കെ നന്നായി ചെയ്യാൻ പറ്റി. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങ് ദൈവത്തിന് കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തതും കൂടുതൽ സമയം ദൈവത്തിന് വേണ്ടി കൊടുത്ത കാരണമായിരിക്കും എനിക്ക് എക്സാംസ് കൂടുതൽ നന്നായി ചെയ്യാൻ പറ്റിയത്. ചേച്ചി, ഈ കാലഘട്ടത്തിൽ 7 മക്കളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വാവ് എന്നൊക്കെ പറഞ്ഞ് കാണുന്നൊരു സംഭവം. ഞാൻ കേട്ടതനുസരിച്ചാണെങ്കിൽ ചേച്ചിക്ക് ഫസ്റ്റ് പ്രഗ്നൻസി മുതൽ ചേച്ചിക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയിൽ വന്ന ചേഞ്ചസ്, ഒരു വൈഫിൽ നിന്ന് ഹൗ ഡിഡ് യു ചേഞ്ച് ടു എ റെസ്പോൺസിബിൾ പാരൻറ്റ്? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിൻ്റെ ഒരു പിറ്റേ മാസം തന്നെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് മക്കൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്, എനിക്ക് പോളിസിസ്റ്റിക് ഓവറീസ് ആണെന്ന് ഞങ്ങൾ സ്കാൻ ചെയ്ത് പറഞ്ഞു. PCOD അല്ലേ? PCOD. അപ്പോൾ അത് ഡോക്ടർ പറഞ്ഞൊരു 4 മാസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ഫസ്റ്റ് പ്രഗ്നൻസി കൺഫേം ചെയ്തത്. അന്ന് ഞങ്ങൾക്ക് വളരെ ആഴത്തിൽ ഇങ്ങനെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയൊരു വചനമാണ്, ഫോർ നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം തിരുവചനം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അത് ഡോക്ടർ ഇനിയിപ്പോൾ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ കാര്യം ദൈവം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവഹിതം അതാണെങ്കിൽ അത് നടന്നിരിക്കും എന്നുള്ളൊരു വലിയ ബോധ്യം. അത് കഴിഞ്ഞ് അത് ഒരു ആൺകുട്ടിയായിരുന്നു. അപ്പോൾ അവനൊരു 2 വയസ്സാകുമ്പോഴേക്കും ഞാൻ വീണ്ടും പ്രഗ്നൻ്റ് ആയി.
അത് ആ കുഞ്ഞും ഞങ്ങളിങ്ങനെ അപ്പോൾ പെട്ടതിരെ ആയല്ലോ, നിങ്ങളിങ്ങനെ തന്നെയാണോ വിചാരിച്ചിരുന്നത്, ഇത് തന്നെയാണോ നിന്റെ പ്ലാനായിരുന്നു എന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. കാരണം അന്ന് ഞാൻ IT ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ഞങ്ങളുടെ പ്ലാനോ ഞങ്ങളുടെ സമയമോ ഒന്നും ആയിരുന്നില്ല. അത് ദൈവം തീരുമാനിച്ചൊരു സമയത്ത് ദൈവം തന്നൊരു കുഞ്ഞിനെ ഞങ്ങൾ സ്വീകരിച്ചു. അവിടെ നിന്ന് പിന്നെ മൂന്നാമതൊരു കുഞ്ഞുണ്ടായി. ഈ രണ്ടാമത്തെ കുഞ്ഞിന് ഒരു 1.5 വയസ്സ് പ്രായമുള്ളപ്പോൾ അടുത്ത ആളിനെയും 1 വയസ്സും 10 മാസം പ്രായമുള്ളപ്പോൾ മൂന്നാമത്തെ കുഞ്ഞ് ജനിച്ചു. ആ പ്രഗ്നൻസി അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി ആയിരുന്നു. അതൊരു പ്ലസൻ്റൽ അബ്രപ്ഷൻ ആയിരുന്നു. അതായത് അമ്മയോ കുഞ്ഞോ എന്നൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ ആയി പോയായിരുന്നു. അപ്പോൾ അതിങ്ങനെ അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയ കാരണം എല്ലാവരും ഞങ്ങളെ ഏറ്റവും സ്നേഹിച്ചായിരുന്നവരും ഏറ്റവും അടുത്തറിഞ്ഞവരും പറഞ്ഞു, ഇനി മതി, ഇനി നിർത്തിക്കോ, ഇനി ഇത് ശരിയാവില്ല എന്നുള്ളൊരു തോന്നല്, അങ്ങനത്തെ ഒരു മൊത്തം അങ്ങനത്തെ ഒരു വർത്താനമൊക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് 2 പേർക്കുണ്ടായിരുന്നൊരു ബോധ്യം, ഈ പ്രസവം നിർത്തുക, സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കോൺട്രാസെപ്ഷൻ, അത് സഭ തെറ്റാന്ന് പഠിപ്പിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. എന്തുകൊണ്ട് എന്നുള്ളത് ഞങ്ങൾ അന്ന് അത്രയും റിസർച്ച് ചെയ്തൊരു കാര്യമല്ല. പക്ഷെ അത് തെറ്റാണ്, അത് നമ്മൾ ചെയ്യരുത് എന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ട് തോന്നുന്നു. ഞങ്ങൾ അങ്ങനെ ഒരു വഴിക്ക് ഞങ്ങൾ ചിന്തിച്ച്. പിന്നെ തന്നെയല്ല, ഞങ്ങൾക്ക് മൂത്തൊരു ആൺകുട്ടി, പിന്നെ 2 പെൺപിള്ളേർ. അപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും ഒരു ആഗ്രഹമായിരുന്നു, ഈ മൂത്ത ആൺകുട്ടിക്ക് കളിക്കാൻ കൂട്ടിന് ഒരു ആൺകുട്ടി കൂടി ഉണ്ടെങ്കിൽ നല്ലതല്ലേ. അങ്ങനെയാണ് ഞങ്ങൾ 4മതൊരു കുഞ്ഞിനെ ആഗ്രഹിച്ചത്. അങ്ങനെ 4മതൊരു കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയപ്പോഴാണ് ഞങ്ങളിങ്ങനെ പല ചോദ്യങ്ങൾ ഇങ്ങനെ നേരിടേണ്ടി വന്നത്. 4മതും ഇങ്ങനെയൊക്കെ വേണമായിരുന്നോ, ഇതിൻ്റെ ഒരു ആവശ്യമുണ്ടോ? പക്ഷെ അപ്പോഴാണ് എൻ്റെ ഹൃദയത്തിൽ വളരെ ആഴ്ന്ന് ഇങ്ങനെ ദൈവത്തിൻ്റെ തിരുവചനം, സങ്കീർത്തനം 127 3-ാം തിരുവചനം, Psalms 127:3, For children are indeed a heritage from the Lord, the fruit of the womb a reward. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലം ഒരു സമ്മാനം. അപ്പോൾ എൻ്റെ ആദ്യത്തെ കുഞ്ഞ് ദാനമാണെന്ന് സമ്മാനമാണെന്ന് പറയാനും എല്ലാവരും ഉണ്ടായിരുന്നു. 4മത്തെ കുഞ്ഞ് അത് തന്നെയാണോ എന്ന് സംശയമായിരുന്നു പലർക്കും. പക്ഷെ അന്ന് എൻ്റെ ദൈവത്തിന് ഒരു വാക്കേ ഉള്ളൂ. അത് 2000 വർഷം മുമ്പാണെങ്കിലും ഇന്നാണെങ്കിലും നാളെ ആണെങ്കിലും എൻ്റെ ആദ്യത്തെ കുഞ്ഞ് പോലെ തന്നെ ഒരു സമ്മാനമാണ് എൻ്റെ 4മത്തെ കുഞ്ഞ് എന്ന് പറയാൻ ദൈവത്തിൻ്റെ ആ ഒരു തിരുവചനം, അതൊരു ശക്തിയായിരുന്നു. അതിന് പിടിച്ചു നിന്നിട്ടാണ് ഞങ്ങൾ ആ ഒരു കാലഘട്ടം കഴിച്ചു കൂട്ടിയത്. പക്ഷെ ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആ കുഞ്ഞിനെ, ആദ്യത്തെ കുഞ്ഞിനെ കാട്ടിലും സന്തോഷത്തോടെയും സ്നേഹത്തോടെയാണ് എല്ലാവരും സ്വീകരിച്ചതും എല്ലാം വരുന്നത്. അതിനുശേഷം ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഇനി എന്ത് തന്നെ വന്നാലും പ്രസവം നിർത്തുന്ന ഒരു പരിപാടി അതില്ല, അത് ഞാൻ ചെയ്യില്ല. അത് ഇങ്ങനെ എൻ്റെ കൂടെ നിന്നൊരു ദൈവത്തിന് വേണ്ടിയിട്ട്, ആ ദൈവത്തിനെതിരായിട്ട് ഞാൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെ ഒരു നന്ദികേട്, അങ്ങനെ ഒരു സ്നേഹക്കുറവ് കാണിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളൊരു ബോധ്യമായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഒരു 5മത്തെ ഒരു പ്രഗ്നൻസി വന്നു. അതും ഈ പറഞ്ഞോളം ഞങ്ങൾ പ്ലാൻ ചെയ്തതൊന്നുമല്ല, ദൈവം തന്നു, ഞങ്ങൾ സ്വീകരിച്ചു. പക്ഷെ പിന്നീടിൽ അങ്ങനെ ഒരുപാട് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അതോടെ എല്ലാവർക്കും മനസ്സിലായിരുന്നു, ഇനി പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ 5മത്തെ കുഞ്ഞ് കഴിഞ്ഞ് ഞങ്ങൾക്ക് വീണ്ടും ഒരു പ്രഗ്നൻസി ഉണ്ടായി. ആ പ്രഗ്നൻസി ഞങ്ങൾ അറിഞ്ഞ്, ഇപ്പോൾ ഞങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്, ഈ പ്രഗ്നൻസീസ് ഞങ്ങളിങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ ചേട്ടൻ ആദ്യം കുറച്ചൊരു 2-3 ദിവസം ഒരു ഞെട്ടലായിരിക്കും. ആ 2-3 ദിവസം കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് ശരിയായിക്കോളും. പിന്നെ ഈ കൊച്ചു ജനിച്ചു കഴിഞ്ഞാൽ എന്നെക്കാട്ടിലും കൊഞ്ചിക്കാൻ ചേട്ടനാണ്. പക്ഷെ ഈ അറിയണ ഒരു ഞെട്ടലുണ്ട്. അപ്പം ഈ കൊച്ചിൻ്റെ പ്രഗ്നൻസി ഇങ്ങനെ കൺഫേംഡ് ആയിട്ട് ഇങ്ങനെ അറിഞ്ഞു. ആ ഞെട്ടലിൽ നിന്ന് പോലും ഇങ്ങനെ മാറി വന്നില്ലായിരുന്നു. അപ്പോഴേക്കും അതൊരു മിസ്കാരേജ് ആയിരുന്നു, എൻ്റെ 6മത്തെ പ്രഗ്നൻസി. പക്ഷെ ആ 6മത്തെ പ്രഗ്നൻസി മിസ്കാരേജ് ആയപ്പോഴും ഞങ്ങൾക്ക് വിഷമമാണായത്. ഞാൻ കരയാണ് ചെയ്തത്. അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ദർ ഇസ് ഓൾവേസ് സ്പേസ് ഫോർ മോർ ലവ്. നമ്മുടെ ഹൃദയത്തിൽ ഇനിയും സ്നേഹിക്കാൻ, ഇനിയും ഒരു കുഞ്ഞിനെയും കൂടി ഉൾക്കൊള്ളാൻ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ സാധിക്കും. ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അപ്പോൾ അല്ലാണ്ട് ആ കുഞ്ഞ് പോയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് സന്തോഷം അങ്ങനെ ഒരു ചിന്താഗതി അല്ല വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മിസ്കാരേജ് ഉണ്ടായി. അതിൻ്റെ പിറ്റേ മാസം തന്നെ അടുത്ത പോസിറ്റീവ് കണ്ടപ്പോൾ ആ ഞെട്ടലിൻ്റെ ഒരു ലക്ഷം കുറവുണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് വളരെ സ്നേഹത്തോടെ സ്വീകരിക്കാനും, ഞങ്ങളുടെ 6മത്തെ കുട്ടി ഡേവിഡ്, അവനും കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 2 പേരും ഇങ്ങനെ മനസ്സുകൊണ്ട് ഇതായിരിക്കും അവസാനത്തെ, ഇനിയിപ്പോൾ നമുക്ക് ഉണ്ടാവില്ലായിരിക്കും എന്നുള്ളൊരു രീതിയിലാണ് ഞങ്ങൾ അവനെ ഇങ്ങനെ കൊഞ്ചിച്ചും ലാളിച്ചും ഒക്കെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഞങ്ങൾ വളരെ
ഞങ്ങൾ എല്ലാ പിള്ളേരെയും ഫസ്റ്റ് ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട്. ഇവൻ്റെ ഞങ്ങളിങ്ങനെ ആഘോഷിച്ച് അവൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് പറയുന്നത് ഞങ്ങളുടെ 7ാമത്തെ പ്രഗ്നൻസി കൺഫേം ചെയ്ത് തന്നാണ്. അപ്പോൾ അതിങ്ങനെ കൺഫേം ചെയ്ത് വീണ്ടും ഞെട്ടലായിരുന്നു. പക്ഷെ ആ ഞെട്ടലൊക്കെ മാറി. പിന്നെ ആ കൊച്ചിൻ്റെ ഡെലിവറി നടക്കുന്നത് കൊറോണ സമയത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ അമ്മേനെ സൗദിയിലേക്ക് കൊണ്ടുപോകണം ഡെലിവറിയുടെ സമയത്ത് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇങ്ങനെ ചേട്ടനിങ്ങനെ 6 മക്കളും 7ാമത്തെ ഒരു കൊച്ചും നിന്റെ ആരോഗ്യസ്ഥിതി എല്ലാം കൂടി എന്നെ കൊണ്ട് പറ്റില്ല, സ്കൂളിൽ വിടണം, കടയിൽ പോകണം, ഇതെല്ലാം കൂടി എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല എന്ന് ചേട്ടനിങ്ങനെ തീർത്ത് പറഞ്ഞ് നമ്മൾ അമ്മേനെ കൊണ്ടുവരും എന്ന് ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുന്ന സമയത്താണ് കൊറോണ വന്ന് അമ്മയ്ക്കും തന്നെയല്ല ഞങ്ങളുടെ വീട്ടിൽ തൊട്ടടുത്തുള്ള ആൾക്ക് പോലും വീട്ടിലേക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ വന്നു. പക്ഷെ ആ സമയത്ത് ദൈവം ഞങ്ങളെ നടത്തിയൊരു വഴി, ആ ഡെലിവറി ആണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ സമയത്ത് കിട്ടിയ പല വിധത്തിലുള്ള സപ്പോർട്ട്, ഇപ്പം ഭക്ഷണം കൊണ്ടുതരാനായിട്ട് അല്ലെങ്കിൽ മക്കളെ നോക്കാനായിട്ടും ഞങ്ങളൊപ്പം ഉണ്ടായിരുന്ന മനുഷ്യർ, ആ ഒരു സപ്പോർട്ടും ദൈവത്തിൻ്റെ ഒരു കരുതലും ഞങ്ങൾ ശരിക്കും അറിഞ്ഞത് ആ ഒരു കാലഘട്ടത്തിലാണ്. ഒരു വൈഫിൽ നിന്ന് ഹൗ ഡിഡ് യു ചേഞ്ച് ടു എ റെസ്പോൺസിബിൾ പാരന്റ്? ഒരു വൈഫിൽ നിന്ന് ഒരു മദർ ആവാന്ന് പറയുന്നത് ഇറ്റ് വാസ് നെവർ ആൻ ഓവർനൈറ്റ് പ്രോസസ്സ്. ഒരു കുഞ്ഞ് ജനിച്ചു അപ്പോൾ തന്നെ ഞാൻ പുതിയൊരു വ്യക്തിയാണ്, അങ്ങനെയല്ല. ഞങ്ങൾ തമ്മിൽ ഇഷ്ടംപോലെ വർഷങ്ങളുണ്ടായിരുന്നു. കാരണം ആദ്യത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ ഇപ്പോൾ കൊച്ച് രാത്രി എണീക്കുകയാണെങ്കിൽ ഞാൻ പറയും ചേട്ടാ കൊച്ചു കരയിടും. അപ്പോൾ ചേട്ടൻ പറയും ഡയപ്പർ മാറ്റും. ഞാൻ പറയും ഞാനാണ് കഴിഞ്ഞത് മാറ്റിയത്, നീ ഒന്ന് മാറ്റി. അങ്ങനത്തെ ഒരു തരം എന്താ പറയുക, നമ്മൾ രണ്ടുപേരും ഈക്വൽ ആവണം എന്നുള്ളൊരു ഭയങ്കര വാശിയും അങ്ങനത്തെ ഒരു ചിന്താഗതിയൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നീട് വന്നപ്പോൾ അങ്ങനെയല്ല. ഞാൻ കുറച്ചും കൂടി മനസ്സിലാക്കിയൊരു കാര്യം, എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അതായത് ഈ ചെയ്യുന്നതൊക്കെ ആരും കാണാതെ പോകുന്നതാണ്, അല്ലെങ്കിൽ ഇതിനൊന്നൊരു വാല്യൂ ഇല്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നൊരു പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ എനിക്കുള്ള മരുന്നും വചനത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതായത് നമ്മളോടൊക്കെ അവസാനം ചോദിക്കാൻ പോകുന്നത് 6 ചോദ്യങ്ങളാണ്. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കോ, ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുക്കോ, നഗ്നനെ ഒടിപ്പിച്ചോ. ആ 6 ചോദ്യങ്ങൾക്കുള്ള മറുപടി ഒരമ്മ എന്നുള്ളൊരു നിലയ്ക്ക് എന്നും എനിക്ക് നൽകാൻ സാധിക്കും ഈ പ്രവർത്തികൾ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ എൻ്റെ മനസ്സ് മാറിയപ്പോൾ ഈ പിടിവാശിയിൽ നിന്ന് ഞാൻ ചെയ്തോളാം, ഞാൻ സന്തോഷത്തോടെ ഞാൻ ചെയ്തോളാം എന്നുള്ളൊരു മനസ്സ് വന്നപ്പോൾ ചേട്ടനും ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ പിന്നെ പിടിവാശിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് കിട്ടിയേക്കുന്ന സപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ സപ്പോർട്ടാണ്. ഞാൻ എൻ്റെ 5ാമത്തെ 6ാമത്തെ ഒക്കെ ഡെലിവറി കഴിഞ്ഞ് അപ്പോൾ ഇതൊക്കെ സൗദിയിലായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഈ കൊച്ചിനെയും കൊണ്ട് ഞാൻ രാത്രി ഉറക്കൊളിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ ഞാൻ രാവിലെ എനിക്ക് 5 മണിക്ക് എനിക്കൊന്നും പറ്റില്ല. അപ്പോൾ ചേട്ടനായിരിക്കും കാലത്ത് എണീറ്റ് ഒരു 5 മണിയാകുമ്പോൾ എണീറ്റ് പിള്ളേർക്കുള്ള ഫുഡ് കുക്ക് ചെയ്ത് പിന്നെ ബാക്കിയുള്ള പിള്ളേരൊക്കെ വിളിച്ച് എണീപ്പിച്ച് അവരെ സ്കൂളിലേക്ക് വിട്ട് ഈ ഈ ജനിച്ച കൊച്ചിനേക്കാളും തൊട്ട് മൂത്ത കൊച്ചിനെ വീണ്ടും പാല് കൊടുത്തത് അതിനെ കടത്തി ഉറക്കിയിട്ട് വേണം ഉച്ചക്കത്തെ ഫുഡും കൂടി കുക്ക് ചെയ്തിട്ട് വേണം 8 മണിയാകുമ്പോഴേക്കും ചേട്ടൻ കടയിൽ പോകാൻ. ആ പോവാൻ നേരത്തെ എന്നെ തട്ടിയിട്ട് പറയും ഞാൻ പോവാം, വാതിൽ കൂട്ടിക്കൊന്ന് പറയും. അത്രയ്ക്കും എനിക്ക് സപ്പോർട്ടായിരുന്നു. അപ്പോൾ അതൊരു മ്യൂച്വൽ ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. ഒരാൾ തന്നെ മാറി എല്ലാം അങ്ങോട്ട് ഏറ്റെടുത്തു, അങ്ങനെയല്ല. ദൈവം ഞങ്ങളെ 2 പേരെയും മാറ്റി, 2 പേരെയും കോംപ്ലിമെൻ്ററി ഒരു റോൾസിലേക്ക് മാറ്റി, ഒരു മൈൻഡ് സെറ്റിലേക്ക് മാറ്റി, ഒറ്റ ടീമായിട്ട് ഞങ്ങളെ മുന്നോട്ട് നടക്കേണ്ടത് എങ്ങനെയാണെന്ന് ദൈവം ഞങ്ങളെ വഴിയെ പഠിപ്പിച്ചു തന്നു. ഇറ്റ് വാസ് ഹിസ് ഗ്രേസ്. ഞാൻ മൈക്കിളിനോട് ഇങ്ങനെ ചോദിക്കുകയായിരുന്നു ഗോഡ് എക്സ്പീരിയൻസിനെ കുറിച്ച്. ഞാനപ്പോൾ മിഷേലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞ മിഷേൽ റെഗുലറായിട്ട് പ്രൈ ഗ്രൂപ്പിന് പോകുന്ന ഒരാളാണ്, പ്രൈ ഗ്രൂപ്പ് ലീഡ് ചെയ്യുന്ന ഒരാളാണ്, കുർബാനയ്ക്കൊക്കെ പോകുന്ന ഒരാളാണെന്നുള്ളത്. ഉറപ്പായിട്ടും ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു ഗോഡ് എക്സ്പീരിയൻസ് ഉണ്ട്, ഉറപ്പല്ലേ? അപ്പോൾ വാട്ട് ഈസ് മേക്കിംഗ് യു ടു ക്ലിങ് ഓൺ ടു ഗോഡ്? സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഐ ഓൾവേസ് ഫെൽ ദ പ്രസൻസ് ഓഫ് ഗോഡ് ത്രൂ ഔട്ട് മൈ ലൈഫ്. എനിക്ക് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ പെട്ടെന്ന് പൊട്ടി മുളച്ചൊരു സാധനമല്ല. എനിക്ക് പാരൻസ് ഫാമിലി വഴി തന്നെ എനിക്ക് ചെറുപ്പം തൊട്ടേ എനിക്ക് ഗ്രാജുവലി ബിൽഡായൊരു സാധനമാണ് ഫെയ്ത്ത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ദിവസം പെട്ടെന്ന് വയറുവേദന വന്നു. അത് ഞങ്ങൾ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും, ഗ്യാസ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളത് ഡിലേ ചെയ്തിട്ട് 3-ാമത്തെ ദിവസം എനിക്ക് പെയിൻ ഭയങ്കര കൂടി. എന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ അപ്പൻഡിസൈറ്റിസ് ആണെന്ന് കൺഫേം ചെയ്തു.
അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അവർ മരുന്ന് തന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വിട്ടു. പിന്നെ നെക്സ്റ്റ് ഡേ പോയപ്പോഴാണ് അവർ സർജറി ചെയ്ത് സാധനം റിമൂവ് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നിയൊരു സാധനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ട്, എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട്. അപ്പോൾ ഒരു പക്ഷേ എനിക്ക് ആ സർജറി അപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ എൻ്റെ അപ്പൻഡിക്സ് റപ്ചർ ആയേനെ, ആ സിറ്റുവേഷൻ കുറച്ചുകൂടി എസ്കലേറ്റ് ചെയ്തേനെ. അപ്പോൾ ദൈവത്തിന് എപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹം, ഒരു പെർഫെക്റ്റ് ടൈമിംഗ് ഉണ്ടല്ലോ, അതെപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ചേട്ടാ 7 മക്കൾ. പലരും ചിന്തിക്കുന്നൊരു കാര്യമാണ് ഇത്രയും മക്കളെ നോക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫിനാൻഷ്യൽ ഇഷ്യൂസ്, സ്കൂൾ ചേർക്കണം, പിന്നെ സീസണലായിട്ട് വരുന്ന അസുഖങ്ങൾ, അതിൻ്റെ ഇടയിൽ പ്രഗ്നൻസി, ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് ആൾക്കാരുടെ വിചാരം. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത് പിയർ പ്രഷറാണ്. നമുക്കൊരു 3 മക്കളോ അതിന് മേലേക്കോ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അപ്പം കളിയാക്കാൻ തുടങ്ങും, ഇവന് ഇത് തന്നെയാണ് പണി എന്നുള്ള രീതിയിൽ. ഹൗ ഡിഡ് യു മാനേജ് ദിസ്? ഹൗ ഡിഡ് യു ടാക്കിൾ ഓൾ ദിസ് പ്രോബ്ലംസ്? ഇത് ഈ പിയർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് എൻ്റെ 4ാമത്തെ കൊച്ചിനെ അവൾ പ്രഗ്നൻ്റ് ആയപ്പോൾ മുതൽ ഞാൻ കേട്ടു തുടങ്ങിയൊരു വിഷയമാണ് ഈ നിങ്ങൾക്ക് തന്നെയാണ് പണി, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലേ. ഈവൻ ഇവിടെയുള്ള പല സർക്കാർ ഹോസ്പിറ്റലുകളിലും പോകുമ്പോൾ അവളോട് വളരെ സീക്രട്ടായിട്ട് ചോദിക്കും, അല്ല അപ്പോൾ മോൾക്ക് ഇതിൻ്റെ സൂത്രമൊന്നും അറിയില്ലേ എന്നൊക്കെ ചോദിക്കരുത്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഇനീഷ്യലി നമ്മളെ ഒത്തിരി വിഷമിപ്പിച്ചിരുന്നു. കാരണം അവൾ പറഞ്ഞ പോലെ തന്നെ ഇതൊന്നും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ഉണ്ടായ കുഞ്ഞുങ്ങളല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാനൊരു ആദ്യത്തെ കുറച്ച് ദിവസം തീരെ പ്രതീക്ഷയില്ലല്ലോ എന്നൊരു ചെറിയൊരു ഷോക്ക് എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് നമ്മൾ ആ ഒരു ആക്സെപ്റ്റൻസ് നമ്മുടെ ഇടയിലേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ അത് കൈയോടെ മറക്കാക്കാം. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അന്ന് എൻ്റെ ഒരു 4ാമത്തെ കുഞ്ഞ് 5ാമത്തെ കുഞ്ഞൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇത്രയും കൺവിക്ഷനിലൊന്നുമല്ല ആയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ചിന്താഗതികളിലും കുറേയൊക്കെ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഞാൻ ആലോചിക്കുന്നൊരു വചനമുണ്ട്, അത് ഇംഗ്ലീഷ് ബൈബിളിലാണ് അത് കുറേ കൂടെ ക്ലിയർ ആയിട്ടുള്ളത്. ചിൽഡ്രൻ ആർ എ ഹെറിറ്റേജ് ഓഫ് ഗോഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഹെറിറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും അതിൻ്റെ ഒരു പരിഭാഷപ്പെടുത്തുമ്പോൾ അത് ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്നത് നമുക്ക് അവകാശമായി കിട്ടുന്നത്, അല്ലെങ്കിൽ തലമുറകളായിട്ട് കൈമാറ്റം ചെയ്ത് കിട്ടുന്ന ഒന്ന്, അല്ലെങ്കിൽ ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ഒരു ശരിക്കുള്ളൊരു സംഗതിയായിട്ട് വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ആലോചിച്ചത് കർത്താവ് നമുക്ക് കർത്താവിൻ്റെ ഒരു നെക്സ്റ്റ് ജനറേഷനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ആലോചിക്കുമ്പോൾ സത്യത്തിൽ ഞാൻ കർത്താവിനെ വിശ്വസിക്കുന്നതിനേക്കാൾ അധികമായിട്ട് കർത്താവിനെ വിശ്വസിക്കുന്നുണ്ട്, അല്ലേ? സമാനമായിട്ട് തരാം അല്ലേ? നമ്മുടെ മക്കളെ വേറൊരാളെ ഏൽപ്പിച്ച് കൊടുത്തിട്ട് പോകണമെങ്കിൽ നമുക്ക് അവനെ വിശ്വാസം ഉണ്ടാവണ്ടേ? അല്ലെങ്കിൽ വേറെ വഴി കാണുന്നവരുടെ കയ്യിൽ നമ്മൾ കൊടുക്കുമല്ലോ, അല്ലെങ്കിൽ അവൻ മോശക്കാരനെ വരെ തന്നെ നമ്മൾ ഏൽപ്പിക്കുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ച് തുടങ്ങിയപ്പോഴാണ് ഇതൊരു ബ്ലെസ്സിങ് ആണ് എന്ന് ബൈബിൾ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമുള്ള കാര്യമല്ല. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ ദൈവം എന്നെ വിശ്വസിക്കുന്നു എന്നുള്ളത് കുറച്ച് ഡേഞ്ചറാണ്. ഞാൻ പ്രശ്നത്തിലായി പോകുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ആ ഒരു ചിന്താഗതി വന്നതിൽ തന്നെ എൻ്റെ പെർസ്പെക്റ്റീവ് മാറി തുടങ്ങി. കാരണം ഞാൻ എൻ്റെ മക്കളെ കണ്ടു തുടങ്ങുമ്പോൾ എൻ്റെ ഉള്ളിൽ ആദ്യമുണ്ടാകുന്ന ഒരു തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കർത്താവിനെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നൊരു ബോധ്യം എനിക്ക്, അങ്ങനെ ആ ഒരു ബോധ്യത്തിൽ നിന്നാണ് എനിക്ക് ഇനീഷ്യലി ഇത്തരം കാര്യങ്ങൾ എനിക്ക് നേരിടാനായിട്ടുള്ളൊരു ശക്തി ഉണ്ടായത്. ഫൈനാൻസസിനെ കുറിച്ചാണ് പിന്നെ ബാക്കി എല്ലാവരും ഒരുപാട് കൺസേൺഡ് ആയിട്ട് പറയാറുള്ളത്. എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് മക്കളെ തന്നിട്ട് ദൈവം അങ്ങനെ കൈകെട്ടി മാറി എന്നാൽ പിന്നെ ഇനി അവൻ നോക്കിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ടൈപ്പ് ഒരാളൊന്നുമില്ല. എനിക്കതെൻ്റെ ജീവിതത്തിൽ മനസ്സിലായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് 7 മക്കളെ നോക്കുമ്പോൾ ദൈവം തരുമ്പോൾ 7 മക്കളെ നോക്കാനായിട്ടുള്ള സാഹചര്യങ്ങളും ദൈവം നമുക്ക് ഒരുക്കി തരുന്നുണ്ട്. അത് സാമ്പത്തികമായിട്ടാണെങ്കിലും അത് നമുക്ക് വേണ്ട മറ്റ് ആളുകളുടെ സപ്പോർട്ടിൽ നിന്നാണെങ്കിലും
ഞങ്ങൾക്ക് ഇത്രയും മക്കളൊക്കെ ആയിട്ട് ഞങ്ങൾ 7 മക്കളായിട്ട് ഞങ്ങൾ സൗദി അറേബ്യയിൽ ഒരു 10-12 വർഷത്തോളം ഞങ്ങളവിടെ താമസിച്ചിരുന്നു. അന്ന് ഞങ്ങൾക്ക് സപ്പോർട്ടിന് വേറെ ആരുമില്ല. നമ്മുടെ GC യൂത്തിനകത്തുള്ള പല ഫ്രണ്ട്സും ഇവള് പ്രസവിച്ച് കിടന്നിരുന്ന കൊറോണ സമയത്തൊക്കെ ആളുകൾ തമ്മിൽ പോലും കാണാനോ വരാനോ ഒന്നും സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അന്ന് ഞങ്ങളെ മക്കളെ ഓരോരുത്തർ അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവരവിടെ നോക്കും. അവരവിടെ അവരെ അവിടെ നിന്ന് അവർ സ്കൂളിലേക്ക് വിടും. നമ്മളുടെ വീട്ടിൽ നമ്മുടെ മക്കളെ എങ്ങനെ നോക്കുന്നോ അതുപോലെ തന്നെ അവർ നമ്മുടെ മക്കളെ കൊണ്ടുപോയി അവരെ സ്കൂളിൽ വിടാനും തിരിച്ച് കൊണ്ടുവരാനും അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാനൊക്കെ അവർ നമ്മളൊത്തിരി സഹായിച്ചിരുന്നു. അതുപോലെ തന്നെ ഫൈനാൻസസിൻ്റെ കാര്യത്തിലായാലും ഞങ്ങൾക്ക് മക്കളധികം ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും അങ്ങനെ ഒരു ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യാനായിട്ട് ദൈവം ഞങ്ങളെ അനുവദിച്ചിട്ടില്ല. ഞങ്ങൾ അതിനിടയ്ക്ക് സൗദി അറേബ്യയിൽ നിന്ന് 2 പ്രാവശ്യം ഇവിടെ വന്നു. 2 വർഷം മുമ്പ് ഞങ്ങളിവിടെ വന്നു. ഇവിടെ വന്നപ്പോഴും ഞങ്ങളിങ്ങനെ ഒരു വീട് പണിതു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഞെരുക്കം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഓഫ് കോഴ്സ് നമുക്ക് ചെറിയ ഏറ്റക്കുറച്ചിലുകളൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളങ്ങനെ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന രീതിയിലേക്ക് നമുക്കൊന്നും പോയിട്ട് എപ്പോഴും നമുക്കറിയാം ഞങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നൊരു സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നുണ്ട് ഞങ്ങൾ അറിയുമ്പോൾ ദെൻ ദ ഹെൽപ്പ് കംസ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിൽ നിന്ന് നമ്മൾ അടഞ്ഞു പോയി എന്ന് വിചാരിച്ചിരുന്ന പല വാതിലുകളും നമ്മൾ പോലും അറിയാതെ തുറന്നിട്ട് കർത്താവ് നമ്മളെ വലിച്ചു കയറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിൽ എല്ലാം നമ്മുടെ കൺസേൺസാണ്. നമുക്ക് പലർക്കും ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് നമുക്ക് 7 മക്കളെ ദൈവം ഇപ്പോൾ എന്താ പറയുക, നമുക്ക് ഒരു കൊച്ചിനെ തരുമ്പോൾ ദൈവം ഒരു കൊച്ചിനെ നോക്കാനുള്ള കഴിവേ തരുള്ളൂ. കാരണം അവന് 5 കൊച്ചുങ്ങളെ നോക്കാനുള്ള കഴിവ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് 2 കൊച്ചുങ്ങളുണ്ടാകുമ്പോഴാണ് 2 പേരെ നോക്കാനുള്ള കഴിവ് തരുന്നത്. 5 കൊച്ചുങ്ങളുണ്ടാകുമ്പോഴാണ് 5 മക്കളെ നോക്കാനുള്ള ഗ്രേസ് തരുന്നത്. 7 മക്കളുള്ളവർക്ക് 7 മക്കളെ നോക്കാനുള്ളതിൻ്റെ ഗ്രേസ് കിട്ടുള്ളൂ. അപ്പോൾ അല്ലാതെ തന്നെ ദൈവം നേരത്തെ കൂട്ടി കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ 7 മക്കളെ നോക്കാനായിട്ട് ഗ്രേസ് ഒക്കെ തന്നാൽ നാളെ മുതൽ നിങ്ങൾ 7 മക്കൾ ഉണ്ടാക്കിക്കോ എന്ന് പറയില്ല. നമ്മളുടെ ഒരു വില്ലിങ്നെസ്, നമ്മളുടെ ഒരു യെസ് ടു ലോഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കർത്താവിനോട് യെസ് പറഞ്ഞാൽ, കർത്താവ് യാക്കോബുസ്ലീഹയുടെ ലേഖനത്തിൽ പറഞ്ഞ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നമ്മളോടും ചേർന്ന് നിൽക്കും എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടുള്ള ഒരു അനുഭവം, എൻ്റെ ഒരു സാക്ഷ്യം. ഞാൻ മൈക്കിളിൻ്റെ അടുത്തും മിഷേലിൻ്റെ അടുത്തും സംസാരിക്കുകയായിരുന്നു. എനിക്ക് ഉറപ്പാണ് മെർലിനും ഇതുപോലൊരു ഗോഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും എന്നുള്ളത്. മൈ ക്വസ്റ്റ്യൻ ടു ഈസ്, ഹൗ ആർ യു ബിൽഡിങ് യുവർ ഫെയ്ത്ത്, ഓർ ഹൗ ആർ യു ഗെറ്റിംഗ് യുവർ ഫെയ്ത്ത് ബെറ്റർ ഡേ ബൈ ഡേ? സോ അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് ഓഫ് കോഴ്സ് എൻ്റെ ഫാമിലിൻ്റെ ഉള്ളിൽ കൂടെയാണ് എൻ്റെ ഫെയ്ത്ത് ഇങ്ങനെ ഗ്രോ ആവണേ. കാരണം ഇപ്പോഴും എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ഉണ്ടാവും. പിന്നെ എനിക്ക് കുർബാനയ്ക്ക് പോകണ്ട, അല്ലെങ്കിൽ ഞാൻ മടി കാണിക്കാണ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കുർബാനയ്ക്ക് പോകാൻ മടി കാണിക്കുകയാണെങ്കിൽ അപ്പനും അമ്മയും ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകും കുർബാനയ്ക്ക്. എന്നിട്ട് കുർബാനയിൽ നിൽക്കണം, പോയേ പറ്റൂ അങ്ങനെ പറയും. പിന്നെ എപ്പോഴും വെച്ചാൽ പള്ളിയിൽ ഭയങ്കര ആക്റ്റീവാണ്. ഇങ്ങനെ ഓരോരോ പ്രെയർ മീറ്റിങ്ങും ഇങ്ങനെ സെഷൻസൊക്കെ അപ്പം എടുക്കാറുണ്ട്. പിന്നെ അവർ ഞങ്ങളോടും പ്രാർത്ഥിക്കാനും ദൈവത്തിനോട് കൂടുതൽ അടുക്കാൻ വേണ്ടി പറയാറുണ്ട്. സോ അങ്ങനെ ഞാനൊരു ക്വസ്റ്റ്യനും കൂടെ ആഡ് ചെയ്യാണ്. ഞാനിവിടെ ചേച്ചിയോട് സംസാരിച്ചപ്പോൾ ചേച്ചി പറയായിരുന്നു മെർലിൻ എപ്പോഴും കുറേ ഇൻറ്റൻഷൻസ് കൊണ്ടുവരും എന്നുള്ളത്. കുർബാനയ്ക്കായിക്കോട്ടെ, കൊന്ത ചെല്ലാനായിക്കോട്ടെ, പ്രയർ മീറ്റിങ്ങിലേക്ക് ആയിക്കോട്ടെ. എന്താണ് ഇങ്ങനെ ഇൻറ്റൻഷൻസ് പ്രാർത്ഥനയിൽ കൊണ്ടുവരുന്നതുകൊണ്ടുള്ള ഒരു ഉദ്ദേശം? അത് നിയമങ്ങൾ വെക്കുമ്പോൾ ദൈവം അത് ഉറപ്പായിട്ട് നടത്തി തരും. ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം നടത്തി തരും. അപ്പോൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവം തരാതിരിക്കുകയില്ല. അതാണ് എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ്. രണ്ട് വർഷം മുമ്പ് ഇവിടെ വന്നിട്ടും ചേച്ചി വെറുതെ ഇരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോഴും ചേച്ചി കുറച്ച് മ്യൂസീഷ്യൻസിനെ ഒരു ടീമാക്കി ഇവിടെ കൊണ്ടുവന്ന് ഫെലോഷിപ്പൊക്കെ ഗ്യാദർ ചെയ്യിപ്പിച്ച് ഒരു ബാൻഡ് ഫോം ചെയ്തു, കോഡ് 33.
ബാൻഡിൻ്റെ തുടക്കം സത്യം പറഞ്ഞാൽ ഞാൻ നാട്ടിൽ വന്നിട്ടല്ലായിരുന്നു. ഞങ്ങൾക്ക് സൗദിയിലായിരുന്നപ്പോൾ തന്നെ അവിടെ ഒരു ബാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സൗദിയിൽ നിന്ന് വിട്ടു പോരുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ എൻ്റെ ബാൻഡ് ഞാൻ വിട്ടുപോരാണല്ലോ, ഇനി ഇങ്ങനത്തെ ഒരു വേദി എനിക്കില്ലല്ലോ, അത് മിസ്സാവുമല്ലോ എന്ന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ വന്ന് ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ തന്നെ ഞാൻ എന്ത് വിഷമം ഉണ്ടെങ്കിലും അതിങ്ങനെ പറയാണ്ട് തന്നെ ചേട്ടനിങ്ങനെ അറിയില്ല. പിന്നെ പറഞ്ഞിട്ട് അപ്പോൾ ചേട്ടൻ പറഞ്ഞു, നിനക്ക് ബാൻഡില്ലാന്നുകൊണ്ട് നീ വിഷമിച്ച് വെച്ചിട്ട് കാര്യമൊന്നുമില്ല, നിനക്ക് വേണമെങ്കിൽ നീ പോയി സ്റ്റാർട്ട് ചെയ്യണം, അല്ലാണ്ട് ബാൻഡ് നിന്റെ അടുത്തോട്ട് വരുമൊന്നുമില്ല എന്നുള്ളൊരു ചിന്തയാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് പോയപ്പോൾ പരിചയപ്പെട്ടതാണ് ലിയോനെ. അപ്പോൾ ലിയോൻ്റെ അടുത്താണ് ഞാൻ ഈ ചിന്തകളൊക്കെ ആദ്യം പങ്കുവെച്ചത്. അങ്ങനെ ലിയോ വഴിയാണ് ബാക്കി എല്ലാവരെയും കണക്ട് ചെയ്തതും, ഞങ്ങളുടെ ബാൻഡിലെ ബാക്കി ബേസിസ്റ്റിനെയും ഡ്രമ്മറിനെയും എല്ലാവരെയും അവൻ ത്രൂ ആണ് ഇതിങ്ങനെ ഫോം ചെയ്ത് വന്നത്. പക്ഷെ അത് അവർ തമ്മിൽ ഭയങ്കര ഒരു ബോണ്ടായിരുന്നു. ഞാൻ കടന്നു വരുന്നത് ഒരു ഫൈനൽ സ്ട്രോ, ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിക്കാണ് ഞാൻ ആ പിക്ചറിലേക്ക് തന്നെ കടന്നു വരുന്നത്. അവർ തമ്മിലൊരു 10 വർഷം 12 വർഷം ഒക്കെ ഉള്ളൊരു പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ തമ്മിൽ നല്ലൊരു ഫെലോഷിപ്പ് ഓൾറെഡി ഉണ്ടായിരുന്നു. എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്തായിരുന്നു വെച്ചാൽ, ഞാനങ്ങനെ വലിയ ടാലൻറ്റഡ് സിംഗറെന്നോ അല്ലെങ്കിൽ പ്രൊഫഷണലെന്നോ അങ്ങനെ അവകാശപ്പെടാൻ പോലും എനിക്ക് യോഗ്യതയില്ല. പക്ഷേ ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം, എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വളരെ കുറച്ചാണ്, അത് പക്ഷെ മുഴുവനായിട്ടും ഈശോയ്ക്കുള്ളതാണ്. അത് ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യും. അതാണ് എൻ്റെ ബാൻഡ് എന്ന് പറയുന്നത്. എനിക്ക് എന്നെ തന്നെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് എൻ്റെ ബാൻഡ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം, എൻ്റെ വീട്ടിലാണ് ഈ പ്രാക്ടീസുകളും കാര്യങ്ങളൊക്കെ ഒട്ടുമിക്കവാറും നടക്കുക. അപ്പോൾ ഈ ബാൻഡിലെ ആൾക്കാരെന്ന് പറയുന്നത് അവർ ഞങ്ങളുടെ വീടിൻ്റെ തന്നെ ഞങ്ങളുടെ ഒരു ഫാമിലിയുടെ ഭാഗമാവും അവർ. ഇപ്പോൾ സൗദിയിലായിരുന്നപ്പോഴും ഇവിടെ ആയിരുന്നപ്പോഴും ഇവർ ഞങ്ങളുടെ വീട്ടിലേക്ക് ആഴ്ചയിൽ ഒരു ദിവസമാണെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു പ്രാക്ടീസിന് എല്ലാവരും ഞങ്ങളുടെ വീട്ടിലേക്ക് വരും. അപ്പോൾ ഞങ്ങളുടെ മക്കൾക്കടക്കം ഇവരെ നല്ല പരിചയമാണ്, ഇവരായിട്ട് നല്ല ഫ്രണ്ട്സാണ്. അപ്പോൾ അതൊരു എൻ്റെ അനിയന്മാർ പോലെയാണ് ഇവർ, അല്ലാണ്ട് സ്ട്രേഞ്ചേഴ്സായിട്ടോ അല്ലെങ്കിൽ ഏതൊക്കെയോ അങ്ങനെയല്ല, വളരെ ക്ലോസ് ആയിട്ടാണ് ഞങ്ങളെല്ലാവരും ഇടപെടുന്നത്. അപ്പോൾ ഞങ്ങളുടെ ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഗോസ്പൽ മാത്രമാണ് പ്ലേ ചെയ്യുള്ളൂ. ഞങ്ങൾ പ്ലേ ചെയ്യുമ്പോൾ പല സ്ഥലത്ത് ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കും, അല്ല നിങ്ങൾ സിനിമ പാട്ടുകൾ 1-2 പാടിയിട്ട് ഇനി മറ്റേത് പാടിയാകുമ്പോൾ ഞങ്ങൾ പറയും അങ്ങനെ ചെയ്യില്ല. കോഡ് 33 ഒരു ഗോസ്പൽ ബാൻഡാണ്. ബാൻഡിലുള്ളൊരു ഇൻഡിവിജ്വലായിട്ട് അവർ പ്രൊഫഷണൽ മ്യൂസിഷ്യൻസ് ആണ്. അവർ ഫിലിംസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നവരുണ്ട്. ഇൻഡിവിജ്വലി അവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ കോഡ് 33 എന്ന ബാൻഡ് ഒരു ഗോസ്പൽ ബാൻഡാണ്. ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കും, ഞങ്ങൾക്കൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ നിങ്ങൾ രണ്ടും വന്ന് കുറച്ച് മിക്സ് ചെയ്ത് ഞങ്ങൾ മിക്സ് ചെയ്യില്ല, ഇത് ഈശോയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഈശോയുടെ പാട്ടാണ് പാടുള്ളൂ. പക്ഷെ അങ്ങനെ നിന്നിട്ട് പോലും ഞങ്ങൾക്ക് അതിരൂപത തലത്തിലുള്ള ഇൻവിറ്റേഷൻസ് കിട്ടിയിട്ടുണ്ട്. GGM ഗ്രേറ്റ് ഗ്യാതറിംഗ് മിഷൻ, അതിങ്ങനെ ഇയർലി നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്, മിഷൻ്റെ ഒരു ഗ്യാതറിംഗ് ആണ്. ഞങ്ങളുടെ ബാൻഡ് ഇപ്പോൾ കുറച്ച് ഇങ്ങനെ കവർ സോങ്സ് ചെയ്യലും ആൽബം സെറ്റ് ചെയ്യാനൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ 2027 സൗത്ത് കൊറിയയിൽ ഹോസ്റ്റ് ചെയ്യുന്ന വേൾഡ് യൂത്ത് ഡേ അവിടെ പോയി പ്ലേ ചെയ്യണം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ കൂടെ ഇത്ര നേരം ഉണ്ടായിരുന്ന ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള സിജോ ചേട്ടൻ ഷെർലേച്ചിയാണ് വിത്ത് ദയർ 7 ബ്യൂട്ടിഫുൾ കിഡ്സ്. സോ താങ്ക് യു സിജോ ചേട്ടാ, താങ്ക് യു ഷെർൽ ചേച്ചി.